പെബിൾസ് മലയാളം. യേശു ജൈറസിന്റെ മക്കളെ സുഖപ്പെടുത്തി. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അദ്ദേഹത്തിന്റെ പേര് ജൈറസ് എന്നാണ്. അദ്ദേഹം നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, എനിക്ക് 12 വയസ്സായ ഒരു മകളുണ്ട്. അവൾക്ക് അസുഖമാണ്. ദയവായി എന്റെ വീട്ടിൽ വന്ന് അവളെ രക്ഷിക്കണം. അദ്ദേഹം യേശുവിനോട് സംസാരിക്കുന്ന സമയത്ത് ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ജൈറസ്, നിങ്ങളോട് പറയുന്നതിൽ അതിയായ വിഷമമുണ്ട്. നിങ്ങളുടെ മകൾ മരിച്ചുപോയി. യേശു ജൈറസിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം. അവർ എത്തിയപ്പോൾ എല്ലാവരും കരയുന്നതാണ് കാണുന്നത്. ജൈറസിന്റെ ഭാര്യ യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വന്നത്? എന്റെ കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ യേശു പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ. യേശു എല്ലാവരോടും വീടിന്റെ പുറത്ത് കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം കുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം അകത്തേക്ക് പോയി. പെൺകുട്ടി കട്ടിലിൽ കിടക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അങ്ങനെ യേശു അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, മകളെ, എഴുന്നേൽക്കൂ. അപ്പോൾ കുട്ടി കണ്ണുകൾ തുറന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ മാതാപിതാക്കൾക്ക് അത്ഭുതമായി. യേശു അവരോട് പറഞ്ഞു, മുറിക്കുള്ളിൽ എന്താണ് നടന്നതെന്ന് ആരോടും പറയരുത്. ജൈറസും ഭാര്യയും മകളെ കെട്ടിപ്പിടിച്ചു. യേശു പറഞ്ഞു അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ. അവർ യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് നന്ദി പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കൂ, എല്ലാം ശരിയാകും. യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഒരിക്കൽ ഗലീലിയിലെ കാന എന്ന സ്ഥലത്ത് ഒരു വിവാഹാഘോഷം നടക്കുകയായിരുന്നു. തന്റെ ശിഷ്യന്മാരോടും അമ്മയായ മേരിയോടൊപ്പവുമാണ് യേശു വിവാഹാഘോഷത്തിൽ പങ്കെടുത്തത്. അതൊരു വലിയ ആഘോഷമായിരുന്നു. ജനങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവിടെ മോശമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ എല്ലാവരും വീഞ്ഞു കഴിക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് വീഞ്ഞെല്ലാം തീർന്നു പോയത് ജോലിക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജോലിക്കാരൻ യജമാനനെ വിവരമറിയിച്ചു. യജമാനനും ഭാര്യയും വിഷമത്തിലായി. യജമാനന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് വീഞ്ഞ് ലഭിക്കുക എളുപ്പമല്ല. ധാരാളം പേർ വീഞ്ഞു കാത്തു നിൽക്കുകയാണ്. അപ്പോൾ യജമാനൻ പറഞ്ഞു, ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. യേശുവിന്റെ അമ്മ മേരി അവരുടെ സംസാരം കേട്ടു. മേരി പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്റെ മകനോട് പറയാം. മേരി യേശുവിനോട് അവരെ സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് അത്തരം ജോലികൾ ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷേ മേരി തുടരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് യേശു സഹായിക്കാമെന്ന് ഉറപ്പു നൽകി. യേശു 6 വലിയ ഭരണികൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കൂ. അതിനുശേഷം എല്ലാ ഭരണികളിലും വെള്ളം നിറച്ചു. പിന്നീട് ജോലിക്കാരനോട് പറഞ്ഞു, ഈ ഭരണികളിൽ നിന്നും വെള്ളമെടുത്ത് അതിഥികൾക്ക് കൊടുത്തോളൂ. ജോലിക്കാർ അതിഥികൾക്കെല്ലാം വെള്ളം കൊടുത്തു. അവർ വധൂവരന്മാരുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അതിഥികൾ അതെടുത്തു കുടിച്ചു. അപ്പോൾ ജലം വീഞ്ഞായി മാറി. അതിനുശേഷം അവർ പറഞ്ഞു, വീഞ്ഞ് വളരെ നന്നായിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇത് അവസാന സമയത്തേക്ക് വെച്ചതാണല്ലേ. യേശു ആദ്യമായി ചെയ്ത അത്ഭുതമായിരുന്നു വിവാഹാഘോഷത്തിൽ നടന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു.
ഈ സംഭവം ശിഷ്യന്മാരുടെ ഇടയിൽ യേശുവിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു.